മിനിഞ്ഞാന്ന് ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നപ്പം ബാക്ക് സീറ്റിൽ നിന്ന് ഒരു ലൈക്ക് യങ് ബോയ് അല്ല, ഒരു മേ ബി ലൈക്ക് ഒരു ഇൻ 30s ഓർ ലേറ്റ് 20s ഒരു ആള് വന്നിട്ട് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്നിട്ട് അംല പോൾ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഞെട്ടി. അപ്പോൾ ദെൻ ഹി ഗേവ് മി എ പേപ്പർ, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആർ യു അംല പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഇത് വായിക്കണം, പേഴ്സണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ലെറ്റർ തുറന്നു നോക്കിയപ്പം അതിനകത്ത് ദ കോണ്ടന്റ് വാസ് പുള്ളിക്കാരൻ കോളേജിൽ പഠിക്കുമ്പം എന്നെക്കുറിച്ച് റൂമർ കേട്ടു ആൻഡ് പുള്ളി അത് സ്പ്രെഡ് ചെയ്തു. അതിൽ ആൾക്ക് ഭയങ്കര വിഷമമുണ്ട്, അതിന് പ്ലീസ് ഫൊർഗീവ് മീ ബിക്കോസ് as per his religion or as per what he believe, forgive ചെയ്താലേ നമ്മൾ forgive ചെയ്താലേ അയാൾക്ക് ലിബറേഷൻ കിട്ടുള്ളൂ, സാൽവേഷൻ കിട്ടുള്ളൂ ഫോർ ഹിസ് ജേർണി. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് forgive എന്ന് പറഞ്ഞിട്ട് ലവ് യുവർ ബ്രദർ ആൻഡ് ഗുഡ് ലക്ക് ഫോർ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഹീ വെന്റ്. പിന്നെ ആളെ കണ്ടില്ല, എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് അതെനിക്കൊരു ഭയങ്കര ഇത് ആരാ വന്നേ, എന്തിനാ വന്നേ. അറ്റ്ലീസ്റ്റ് പുള്ളിയുടെ ഒരു ഗിൽറ്റ് ഫീലിന്റെ ഒരു എമൗണ്ട് ഓഫ് ഗിൽറ്റ് ഫീൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഗിൽറ്റ് എന്ന് ഞാൻ forgive ചെയ്തെന്ന് പറഞ്ഞാലും ഡെഫിനറ്റ്ലി ഐ മീൻ ആൻഡ് ദർ ഇസ് നത്തിങ് ടു ഫൊർഗീവ്. സി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും ഫൊർഗീവൻസ് വാങ്ങണമെന്നില്ല. ലൈക്ക് നമ്മളത് സോറി പറയുന്നതല്ലല്ലോ, ഹൗ മച്ച് വി മീൻ ഇറ്റ് എന്നുള്ളതാണ്. അപ്പം ഓഫ് കോഴ്സ് ഫൊർഗീവൻ അതിനേക്കാളും കൂടുതൽ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. അതെ അതെ, വെരി ഗുഡ്. എന്നിട്ട് എനിക്കതിൽ ഞാൻ ആലോചിച്ചു, എനിക്ക് ഇങ്ങനെ അപ്പോളജി സീക്ക് ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടോ എൻ്റെ ലൈഫിൽ പേഴ്സണലി എന്നൊക്കെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു ആളുടെ ഒരു ആക്ഷൻ. ആൻഡ് ലൈക്ക് ഐ സെഡ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അപ്പം നൈസ് സൂപ്പർ. ഇനി ഒരിക്കലും ഐ വിൽ നെവർ ഡു ദാറ്റ് എന്ന് തോന്നിയ ഒരു കാര്യം? വർക്ക് വിത്ത് വിവേക്. കഴിഞ്ഞു, മീറ്റിംഗ് ഓവർ, ഇന്റർവ്യൂ കഴിഞ്ഞു. But I think she's very അതുകൊണ്ടല്ലേ ഇത് പറഞ്ഞേ. പുള്ളിക്കാരന് മനസ്സിലായി ഞങ്ങള് ഭയങ്കര പച്ച മനുഷ്യരെ പോലെയാണ് ഞങ്ങള്. ലൈക്ക് എല്ലാം ദേഷ്യം വരുമ്പോ ദേഷ്യം ആണോ, അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങള് ഫിൽറ്റേഴ്സ് ഇല്ല. അതെ, അങ്ങനെ ഒരു റെയർ കണക്ഷൻ ആണ് അങ്ങനെ ഇൻഡസ്ട്രിയിലൊക്കെ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞ് ചിരിക്കാനും തമ്മിൽ സന്തോഷിക്കാനും തന്നെ അതെ അങ്ങോട്ടും നൈസായിട്ട് അറിയാം. രണ്ടുപേരുടെയും പോസിറ്റീവ്സ് മാത്രമല്ല, ഞങ്ങളുടെ സെറ്റ് ബാക്സും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതിലൊരു ബാലൻസ്, യു നോ, ഓക്കെ യു ആർ യുവർസെൽഫ്, ഐ ആം മൈസെൽഫ് ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് എ വേ ടു യു നോ ആ ഒരു സോർട്ട് തിങ്സ് എന്നുള്ള ഒരു ഇതുണ്ട്. അത് വെച്ച് സീൽ അടിച്ചു. ഇനി വർക്ക് ചെയ്യുന്ന പരിപാടി നോ കം ഓൺ വിവേക്, നോ ഐ ഡെഫിനറ്റ്ലി വാണ്ട് ടു വർക്ക് വിത്ത് യു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു കഥയുമായിട്ട് ചെല്ലുമ്പോൾ മണി സാറിന്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. നമ്മള് പറയാണ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോ ഇതിന്റെ ക്ലിപ്പ് ഒരു 10 സെക്കൻഡ് കട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക. ഞാൻ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വിവേകിന്റെ കൂടെ. ആൻഡ് ചില ഡയറക്ടേഴ്സിനോട് നമുക്ക് ഇനിയും വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും കൊണ്ടല്ല, എവറിത്തിങ് യുനോ ജോക്സ് അപ്പാർട്ട്. ബട്ട് ആസ് എൻ ആക്ടർ ഞാൻ അറിയാത്ത ഒരു ഡെപ്തിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് വിവേക്. അപ്പം ആൻഡ് I just had to surrender. That's all I needed to do, and he took me in that journey. അപ്പം അത് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്കയോട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂക്ക പോയെന്നാണോ അംല പോയെന്നാണോ? മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോ ഞാൻ റേറ്റൊക്കെ പോവും. ഞാൻ മറ്റേ സ്കൂളിലെ എൻട്രൻസിന് പോലെ എത്ര പഠിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് ഡയലോഗ്സ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മമ്മൂക്ക ആയതുകൊണ്ട് ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്, രാവിലെ എണീറ്റിട്ടൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പൊ ആ സീനിൽ മമ്മൂക്കയുടെ ഒരു ഭയങ്കര ഒരു ഓർഗാനിക് ഫ്ലോയില് പോകുന്ന ഒരു ആക്ടറാണ് മമ്മൂക്ക. നമുക്ക് ഡയലോഗ് പറയും, അത് ആക്ച്വലി ഓക്കെ ടേക്കാണ്, ബട്ട് ഹീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഹി നോസ് ആളുടെ ബെസ്റ്റ് അല്ല കൊടുത്തേക്കുന്നതെന്ന്. അപ്പോൾ ഹി ഗെറ്റ്സ് റെസ്റ്റ്ലെസ്. അതായത് ഇത്രയും വർഷം അഭിനയിച്ചിട്ടും പുള്ളിക്ക് ഈസി ആയിട്ട് ഞങ്ങൾ കണ്ടുവെക്കുന്ന ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്നാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വി ക്യാൻ സീ ദാറ്റ് റെസ്റ്റ്ലെസ്നെസ്. അപ്പൊ ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ മനസ്സിൽ ഇതെന്തായാലും ഓക്കെ ആവും. കാരണം നമുക്കിടെ റെസ്റ്റ്ലെസ്നെസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് ഒരു ഇതാണല്ലോ. But I think he did again and again and again, and last ഒരു സാധനം ചെയ്തപ്പം ലൈക്ക് എല്ലാവരും സെറ്റിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ഞാനിങ്ങനെ കട്ട് കുറെ വെയിറ്റ് ചെയ്യാണ് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അവിടെയാണ് ഒരു മാജിക് യുനോ മമ്മൂക്കയുടെ ആ ഒരു മാജിക് അത് മമ്മൂക്കയ്ക്ക് മനസ്സിലായി ആ ഒരു മാജിക് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് എല്ലാവർക്കും മനസ്സിലായി അതെ ലൈക്ക് അതൊരു യൂഷ്വലി ഇപ്പൊ ഡയറക്ടർ ക്ലാപ്പ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എല്ലാവരും ക്ലാപ്പ് ചെയ്യുക ഇത് അങ്ങനെയല്ല എവ്രിബഡി ജസ്റ്റ് സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ് കാരണം ആ ഒരു മാജിക് കണ്ടപ്പം ദാറ്റ് ഇസ് വാട്ട് ഹി ഈസ് ആൻഡ് അത് കിട്ടാനായിട്ടുള്ള ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരുന്നു ആൻഡ് അത് നമുക്ക് പറയുകയും ചെയ്യും ഇപ്പം ഐ ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഹിം കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ലൈക്ക് മൈ ടീച്ചർ ലൈക്ക് സ്കൂളാണ് എനിക്ക് അപ്പം ഞാനിങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം യുനോ ഹി വാസ് ടെല്ലിങ് ഞാൻ ആക്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ട് പറയും ഇറ്റ്സ് ലൈക്ക് കുക്കിംഗ് എ ഡിഷ് സെയിം ഡിഷാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ബട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് യുനോ എവറി ടൈം നമ്മൾ അതിന് എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നുള്ള രീതിയിൽ അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ അത് ചെയ്യുമ്പം അതൊന്നൊന്നര കുക്കിംഗ് ആണ് അതെ അതെ ഇപ്പം ചില മൂവികൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആസ് എൻ ആക്ടർ ചില മൂവി ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് ആ ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തത് എനിക്കപ്പോൾ അത്രയും ധൈര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഓർക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നത് ആഡ് എന്ന് പറയുന്ന മൂവിയിൽ സീൻസും ഇപ്പം അറിയാം. അപ്പോൾ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇരുന്ന് ഓർത്തിട്ടുണ്ടോ ലൈക്ക് വാവ് ആ ഒരു ധൈര്യം ആടെ ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്. എസ്പെഷ്യലി ഞാൻ ഒരു 2019 ശേഷം ഞാൻ there are a lot of changes that happened to me as a person. അതിന് മുമ്പും അതിന് ശേഷവും വേറെ രണ്ട് ആൾക്കാരായിട്ട് ഞാൻ എന്നെ കാണുന്നത്. അപ്പം ഇപ്പൊ ഉള്ള ഒരു വൾണറബിൾ ഞാൻ അപ്പം ഉള്ള ഞാൻ ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഫിലിം ചെയ്യാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഫേസിൽ അത് നടക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ഓർഗാനിക്കലി നടക്കും. അപ്പൊ ആ ഫേസിൽ അത് നടന്നതുകൊണ്ട് അത് നടന്നു. ഞാനിപ്പം ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയും ഈ ഒരു ഭയങ്കരമായിട്ടൊരു യുനോ ക്രിറ്റിസിസവും ജഡ്ജ്മെന്റൽ അങ്ങനത്തെ ഒരു പരിപാടികൾ വന്നിരിക്കുന്നത്. അപ്പം അത് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. സോ ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. ഓർക്കുമ്പോ എനിക്ക് തോന്നുന്നത് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ ആക്ടർ എന്നുള്ള രീതിയിൽ അതല്ലാതെ എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ഷോസ് തമിഴ് ബിഗ് ബോസ് No, not at all. ഏതെങ്കിലും ബിഗ് ബോസ് No, not at all. ഇല്ല. ജയിക്കും അതെനിക്ക് ഉറപ്പാണ്. Why did you say that? ജയിക്കും. അതെന്തായിരിക്കും? ജയിക്കും. ബാക്കിയുള്ളവരെല്ലാരും വെറുപ്പിച്ച് ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ ജയിക്കും മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ ഒരു പോയിന്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നില്ലേ? ഉണ്ട്. അതെന്താ പറയും. Let's hear that. ഇവര് ആലോചിക്കും ഇതിപ്പോ ഞാൻ എങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഞാൻ എങ്ങനെ പറയും. അതിനകത്തൊന്നുമില്ല. But still you felt like that. No, എനിക്ക് തോന്നുന്നു because she's a it's not her. It's not easy like she can easily നമ്മൾ അതിനെന്താ വാക്കെന്ന് എനിക്കറിയില്ല. ബട്ട് യു പുട്ട് ഹർ ഇൻ എ കണ്ടീഷൻ ഷീ ഹാസ് സെൻസ് ടു ചൂസ് വെദർ ഞാൻ ആ കണ്ടീഷനായിട്ട് അലൈൻ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ഒപ്പോസ് ചെയ്യണോ. ചിലവർക്ക് അത് ആ പോയിന്റിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. ഷീ ഹാസ് ദാറ്റ്. അതായത് വോട്ട് ടോക്ക് വേറെ എന്നുള്ള ഒരു പരിപാടി അറിയാമെന്നാണ്. ഭയങ്കര സ്മാർട്ട് ആക്കരുത്. എങ്ങനെ അത് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജയിക്കും. ഞാനങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല തീരെ. ലൈക്ക് എനിക്ക് ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറ്റി ഒന്നും പറഞ്ഞില്ല. പൊളിറ്റിക്സ് അറിയത്തില്ല. അല്ല വാട്ട് ടോക്ക് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് സേ വാട്ട് യു ലൈക്ക് ടു ഹിയർ. അങ്ങനത്തെ ആളല്ല. ലൈക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് ഡു ദാറ്റ് എവറി ടൈം. ലൈക്ക് ഐ എം സമ്മൺ ടു എക്സ്പ്രസ്. എനിക്കിപ്പം എനിക്ക് എൻ്റെ വിഷമം അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഐ എക്സ്പ്രസ് ദാറ്റ്. ഇപ്പം തന്നെ ഞങ്ങൾ ഷൂട്ട് കഴിയുമ്പം ഞങ്ങളുടെ ഫൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഐ നീഡ് ടു വെന്റ് ഔട്ട് റൈറ്റ്. ആൻഡ് പുള്ളിക്കാരൻ വന്നിരുന്ന് കേൾക്കുകയും ചെയ്യും. ആൻഡ് ഈസ് ലൈക്ക് എനിക്ക് മനസ്സിലായി അമ്മലേക്ക് അത് വെന്റ് ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇതാണല്ലോ.